സെക്ഷൽ അവയർനെസ് നമ്മുടെ ഫാമിലി ലൈഫിൽ ഇല്ലെങ്കിൽ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ റീസെൻ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തൊരു കേസ് തന്നെയാണ്. അവർ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ അവർക്ക് കുട്ടികളൊന്നുമില്ല. ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു, ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഈ റിസൾട്ടുകളൊക്കെ അവർക്ക് ഓക്കെയാണ്, എന്നിട്ടും അവർക്ക് കുട്ടികളില്ല. എന്തുകൊണ്ടെന്നുള്ള ക്വസ്റ്റിന് ആൻസർ തിരഞ്ഞിട്ടായിരുന്നു നമ്മുടെ അടുത്ത് വന്നത്. ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഓഫ് കോഴ്സ് അവിടെ ഒത്തിരി ടെസ്റ്റുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസായിട്ടാണ് ഞാൻ ആദ്യം കണ്ടത്. പക്ഷേ നമ്മൾ കുറേ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്ന് തന്നെ അവരുടെ പ്രശ്നം മനസ്സിലായി. അവർക്ക് ശരിയായ രീതിയിൽ സെക്ഷൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ലായിരുന്നു. ഒത്തിരി ഉൾപ്രദേശത്തു നിന്നാണ് ഇവർ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, TV ഇല്ല, സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശരിയായിട്ടുള്ള സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോഴും ഇതാണ് ശരിയായ രീതി എന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് ഒത്തിരി സമയമെടുത്തു. കാരണം അവർ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ചിരുന്ന രീതി അതിൽ നിന്ന് തികച്ചും ഓപ്പോസിറ്റായിരുന്നു. 3 മാസം കണ്ടിന്യൂസ് സെഷൻസ് എടുത്തിട്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ സെക്ഷൽ അവയർനെസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല.